സംഭവം നമ്മൾ എടുക്കുകയാണ് ചിക്കൻ. ഇങ്ങനെ വേണം ചിക്കൻ എടുക്കാൻ, കൈ പൊള്ളിപ്പോവും. പൊളി സാധനം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തായ്ലൻഡിലെ ഒരു ഡിഷാണ്. ബക്കറ്റ് ചിക്കൻ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരൻ്റെ ഫാമിലിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന കോഴിയാണ്. ഒരു 2-2.5 കിലോ അടുത്ത് വരും കോഴി. ഇത് വെട്ടി നല്ല സെറ്റാക്കി മസാലയൊക്കെ പുരട്ടി നമ്മുടെ രീതി. ഇന്നത്തെ ദിവസം ഡബിൾ ബക്കറ്റ് ചിക്കനാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 കോഴീനെ വീണ്ടും ഒരു കോഴീനെ ഞങ്ങൾ ഫാമിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ട് വന്നു. എന്താവും ആവും. തായ്ലൻഡിലെല്ലാം തൊലിയോട് കൂടിയാണ് ചിക്കൻ റെഡിയാക്കുന്നത്. നമ്മുടെ നാട്ടിലെ തൊലി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. നമ്മൾ ചിക്കൻ ഫുള്ളായിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അഴുക്കായിട്ടുള്ള ഈ കൊഴുപ്പിനെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം, എന്നാലാണ് ചിക്കന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2 ചിക്കൻ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് പ്രോസസ്സിങ് ആണ്. ചിക്കൻ്റെ ആ ഞോളപ്പ് ഇതൊക്കെ പോകാൻ വേണ്ടി നമ്മൾ വിനാഗിരി ഇട്ട് ഒന്ന് കഴുകണം ലാസ്റ്റായിട്ട്. അപ്പോൾ നല്ല ഒരു മക്കി ചൊവയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സെറ്റായിട്ട് നമ്മൾ കഴുകി റെഡിയാക്കി ഇനി നമ്മൾ ചെറിയ ലൈൻ ഇട്ട് കൊടുക്കണം. മസാല ഉള്ളി പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. തായ്ലൻഡിലൊക്കെ ഉണ്ടാക്കുന്ന സ്കിന്നോട് കൂടിയുള്ള കോഴിയാണ്. അതിൻ്റെ മസാലയൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇത് നമ്മുടെ നാച്ചുറൽ മസാല ഇട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അരക്കലും കൊണ്ടുപോകണം. ആദ്യം ഇഞ്ചിയാണ്, കറുപ്പുള്ളതുകൊണ്ട് ഇഞ്ചി ആദ്യം തന്നെ അരയ്ക്കാം. സെറ്റായി, ഇഞ്ചെല്ലാം സെറ്റപ്പായി. ഞങ്ങൾക്ക് കുറച്ച് മുളക് ഇട്ട് നോക്കാം. മുളകും വെളുത്തുള്ളിയും ഓൾമോസ്റ്റ് സെയിം തന്നെ കനാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ പൊടികളെല്ലാം ഇടാം. മഞ്ഞൾപ്പൊടി, ഉള്ളിപ്പൊടി, കാശ്മീരി ചില്ലി. നമ്മുടെ ചിക്കൻ നല്ല കളറായിരിക്കും. കാശ്മീരി ചില്ലി, നാച്ചുറൽ മുളക്, ചിക്കൻ മസാല കുറച്ചിട്ടാണ്. ആവശ്യമില്ല. ഗരം മസാല ചേർക്കുന്നുണ്ട്. നാച്ചുറൽ ഗരം മസാലയാണ്, നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ്. കുറച്ച് കായം ചേർക്കാം, കുറച്ച് ചേർക്കാവൂ. കുറച്ച് വെള്ളം ചേർക്കാൻ ചെയ്യും. കുറച്ചുകൂടി വെള്ളം ചേർക്കും. നല്ല ടൈറ്റാണ്. നമുക്ക് ആവശ്യത്തിന് 2 കോഴിക്കുള്ള ആവശ്യത്തിന് ഒരു 3 സ്പൂൺ ഉപ്പ് ചേർത്തു. ഒന്നോടെ മിക്സ് ചെയ്യണം. മസാല റെഡി ആയിട്ടിരിക്കുന്നു. സൂപ്പർ മസാല റെഡി ആയിട്ടിരിക്കുന്നു. ചിക്കനിലിട്ട് മസാല ഇട്ടുണ്ട്. സെറ്റായിട്ട് മസാല വെച്ചു. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല സ്മെല്ലുണ്ട് മസാലയ്ക്ക്. ബക്കറ്റ് ചിക്കൻ നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കണം. ഇനി നമുക്ക് ഫ്രീസ് ചെയ്യിക്കാൻ കൊണ്ടുപോകും. ഇനി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇറച്ചിയിലായിട്ട് നല്ലതായിട്ട് പെട്ടെന്ന് മസാല പിടിക്കുക, ആസിഡായതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങ. പിന്നെ ഒരു പുളിയുടെ ടേസ്റ്റും ഉണ്ടാവും. കുറച്ച് നാരങ്ങ പുളി നമ്മൾ പിടിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുരു എടുത്ത് കളയാൻ മറക്കരുത്. കുരു ഉണ്ടെങ്കിൽ
കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബക്കറ്റ് ചിക്കനുള്ള ഫസ്റ്റ് പരിപാടിയായ നമ്മുടെ മുളയും കൊണ്ടുള്ള കമ്പ് കുത്തി അതിൻ്റെ മുകളിൽ നമ്മൾ വാഴയിലും കൊണ്ട് പൊതിഞ്ഞേക്കുവാണ്. നമ്മുടെ ചിക്കൻ സെറ്റായി നോക്കാം. ഫ്രീസറൊന്ന് തുറന്ന് നോക്കാം. ഫ്രീസായിക്കൊണ്ടിരിക്കുന്നു. ബക്കറ്റ് ചിക്കനുള്ള സാധനം റെഡിയായി. നല്ല സെറ്റായിട്ട് ഐസൊക്കെ ഐസായിട്ടില്ല, ഫ്രീസായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. നമ്മൾ സെറ്റ് ചെയ്യാൻ പോകും. ചിക്കൻ എടുക്കുന്നു. നമ്മൾ വാഴവള്ളി ഉപയോഗിച്ചാണ് കൂട്ടിക്കെട്ടുന്നത്. നമ്മൾ മെറ്റലിൻ്റെ ഒരു സാധനം പോലും യൂസ് ചെയ്യുന്നില്ല. അടുത്ത കോഴി എടുക്കുന്നു. അതും വാഴവള്ളി ഇട്ട് സെറ്റ് ചെയ്യണം. പാട്ട വയ്ക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെക്കാൻ നോക്കണം. അല്ലെങ്കിൽ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. എടുക്കാൻ നേരത്ത് പോലും. അങ്ങനെ നമ്മൾ ഡബിൾ ബക്കറ്റ് സെറ്റായി. നമ്മൾ 2 കല്ല് കയറ്റി വയ്ക്കും. മുകളിൽ ഒരു കല്ല് ഇവിടെ കയറ്റി. എന്നാൽ ഫുള്ള് എയർ ടൈറ്റ് ആവാൻ വേണ്ടിയാണ് കല്ല് കയറ്റി വയ്ക്കുന്നത്. അതിൽ തീ ഉള്ളിൽ കയറാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം വയ്ക്കൂലില്ല. തെങ്ങിൻ്റെ ചൂട്ടാണ്. തെങ്ങിൻ്റെ ചൂട്ട് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. 3 റൗണ്ടായിട്ട് കത്തിക്കണം. ഒറ്റയടിക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കത്തിപ്പോവും. പിന്നെ നമുക്ക് തിന്നാൻ പോലും കൊള്ളത്തില്ല. കഴിഞ്ഞു പോയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാവരും വിശപ്പിൻ്റെ അസുഖമുള്ളവരാണ്. എല്ലാവരും വിശപ്പിൻ്റെ അസുഖമുള്ളവരായതുകൊണ്ട് നമ്മൾ ഐശ്വര്യമായിട്ട് തീ കൊടുത്താണ്. ചൂട്ടാണ്ട് പടയാണ്ട് തീ കൊടുത്തോ. സ്വന്തം പാള കിട്ടിയിട്ടുണ്ട്. ഫ്ലാഷ് ഇടാൻ നോക്കിയിട്ട് എക്സസീവ് ടെമ്പറേച്ചർ ഫ്ലാഷ് അൺഅവൈലബിൾ എന്നൊക്കെ ഫോണിൽ പറയാം. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഫോൺ റിവ്യൂസൊക്കെ ഇതൊക്കെ ചെയ്യണം. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയത്. ഡബിൾ ബക്കറ്റ് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഫ്ലെയിം കൊടുത്തു. എന്താ സംഭവിക്കുകയെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ 2ാമത്തെ റൗണ്ട് ഫ്ലെയിമിങ് കഴിഞ്ഞിരിക്കുന്നു. ഡബിൾ ചിക്കൻ നല്ല അടിപൊളി കനലുണ്ട്. അടിപൊളി കനലിലെടുക്കണം അങ്ങ് തകർക്കുവാണ്. നമ്മൾ ചൂട്ട് മാറ്റി പിടിച്ചു പാളയാക്കി. പാളയ്ക്കാണ് ചൂട്ടിനേക്കാളും ഫ്ലെയിം കൂടുതൽ. അങ്ങനെ നമ്മുടെ 3ാമത്തെ റൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡബിൾ ബക്കറ്റ് ചിക്കൻ സെറ്റായി വന്നാൽ മതിയായിരുന്നു. നല്ല ഫ്ലെയിമാണ്. അടുത്തൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡിയായി കാണണം. വാവ് പൊളി സാധനം. അങ്ങനെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായിട്ട് വന്നു. നല്ല ഹീറ്റുണ്ട്. നമ്മളെടുക്കാനുള്ളൊരു സംഭവം വയറ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ എടുക്കാൻ സംഭവം നമ്മൾ എടുക്കുകയാണ്. ചിക്കൻ ഇങ്ങനെ വേണം ചിക്കൻ എടുക്കാൻ. കൈ പൊള്ളിപ്പോവും. സൂപ്പർ പൊളി സാധനം. സൂപ്പറായിട്ട് വന്നു. അടിപൊളി പൊളി സാധനം. നല്ല സ്മെല്ലുണ്ട്. നല്ല വാഴയിലൊരു സ്മെല്ലും ഉണ്ട്. നല്ല ഫ്ലേവർ എല്ലാം പിടിപ്പിക്കും.
സ്മെല്ലുണ്ട്, സ്മെല്ലൊന്നും. സൈസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ. ഓ, സ്മെല്ല് മാരകാട്ടോ, വെറൈറ്റി സ്മെല്ല്. ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്തെന്ന്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കാലിങ്ങനെ എടുക്കുവാണ്. ലെഗായിട്ട് കഴിക്കും. പൊളി സാധനം, എല്ലാവരും പരീക്ഷിക്കുന്ന അടിപൊളി ടേസ്റ്റാണ് ഇത്. സൂപ്പർ, അടിപൊളി. നമ്മൾ അടുത്ത ചിക്കൻ എടുക്കാൻ പോകണം. ബക്കറ്റ് 2 ചിക്കൻ, സെക്കൻഡ് റൗണ്ട് ചിക്കൻ എടുക്കാൻ പോകുന്നു. അടിപൊളി സെറ്റ്, പൊളി സാധനം. ഇത് അടിപൊളിയായിട്ട് സെറ്റായി. അതുപോലെ പിന്നെയുള്ള കുടുക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ചൂടോടെ തന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ചൂടോടെ തന്നെ നാരങ്ങ അങ്ങ് പിഴിഞ്ഞൊഴിക്കാം. അവിടെ നിർത്തി അങ്ങ് പിഴിയാം. ചൂടോടെ നമുക്ക് ഒരു നാരങ്ങ പിഴിയാം. അടിപൊളി. നമ്മൾ എടുക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മളടുത്ത ചിക്കൻ സെറ്റായിട്ടിരിക്കുന്നു. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ നമ്മൾ ബ്രസ്റ്റ് പീസ് എടുക്കുകയാണ്. ഇപ്പോൾ നല്ലതായിട്ട് മുറിയിട്ടുണ്ട്. മസാലയൊക്കെ മിക്സ് ചെയ്യും. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു കഷ്ണോളം തിന്നാൻ തോന്നുന്നുണ്ട്. കൊള്ളാം.